എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. അപ്പം ഇന്ന് ഞാനൊരു ഡക്ക് റോസ്റ്റാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ കൂട്ടുകാരിലെത്തിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒത്തൻറ്റിക് സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ് മിക്കവാറും ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും കൂടെ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം നമുക്ക് ഡക്ക് റോസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും കൊണ്ട് കഴുകിയതാണ്. ഇതിനകത്ത് അല്പം ഉപ്പിൻ്റെ അംശവും അല്പം മഞ്ഞളിൻ്റെ അംശവും ഉണ്ട്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, നന്നായിട്ട് അരച്ചതാണ്, നന്നായിട്ട് ചതച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ ഉപ്പും മഞ്ഞളും ഇതിനകത്ത് ഇടുന്നില്ല. ഡക്ക് റോസ്റ്റിന് മെയിനായിട്ട് നമ്മൾ കുരുമുളകാണ് ഇടുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. അല്പം തൈര് ഇടുകയാണ്. കാരണം നമുക്കറിയാമല്ലോ ഈ ഡക്കിന് ഭയങ്കര വേവാണ്. അപ്പോൾ ഈ തൈര് അല്ലെങ്കിൽ പുളിയുള്ള വിനെഗർ ഇങ്ങനെയുള്ള സാധനം കൊണ്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീറ്റ് ഒന്ന് കുറച്ച് ടെൻഡറാകും. ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറുതായിട്ട് ഉപ്പുണ്ട്. ഞാൻ ഉപ്പും മഞ്ഞളും നന്നായിട്ട് പുരട്ടി കഴുകിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത്യാവശ്യം ഉപ്പ് രസവും മഞ്ഞളുടെ രസവും ഉണ്ട്. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ബേസ് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ഫെനൽ സീഡ് അല്ലെങ്കിൽ പെരിഞ്ചീരകം ഇടാം. ചെറിയ ഉള്ളി, കുറച്ച് സവാള, അതിനോടൊപ്പം തന്നെ നമുക്ക് 2-3 പച്ചമുളകും കൂടി ഇടാം. അപ്പോൾ ഈ ഉള്ളി മധുരിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് റോസ്റ്റ് ആവണം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ എളുപ്പം വഴലും, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒരു പകുതി വഴലുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ഒടുവിലും കൊടുത്തേക്കാം. ഉള്ളി ഇങ്ങനെ നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമേ മസാല ഇടാവൂ. അപ്പം നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കരുത്. നമുക്കറിയാലോ താറാവ് കറിക്ക് വേറൊരു കളറാണ്, ചുവപ്പ് കളറല്ല. വീട്ടിൽ പൊടിച്ച ഗരം മസാല, അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ട് നമ്മളിടുന്നത് കുരുമുളകാണ്. അത് തരിതരിപ്പായിട്ട് കുരുമുളക് ഇടണം. എരി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡിലുള്ളത് കൊടുത്തേക്കാം. നിങ്ങളത് നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്യാം. അല്പം മഞ്ഞൾ പൊടി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്ക, ചെറുതായിട്ട് ഞാൻ ഉദ്ദേശിച്ച കട്ടി കുറഞ്ഞ് നന്നായിട്ട് വഴലാനായിട്ട്. തക്കാളി നല്ലപോലൊന്ന് വേകണം. ഇനി കട്ടി കൂടുതലായിട്ടാണ് നിങ്ങൾ അരിഞ്ഞതെങ്കിൽ ആദ്യം തക്കാളി വഴറ്റിയിട്ടേ മസാല ഇടാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക്, അറിയാമല്ലോ ഡക്കിന് കുറച്ചേറെ വേവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യാം. അത് നാടൻ ഡക്കാണെങ്കിൽ ഒരു 3 വിസിൽ വേണ്ടി വരും. കറിവേപ്പില, ഇച്ചിരി ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മതി. അതിനകത്ത് വെള്ളം മുഴുവൻ ആദ്യം പുറത്തിറങ്ങട്ടെ. അതുപോലെ തന്നെ ചട്ടിയുടെ അടി ചേർത്ത് ഇളക്കണം. മസാല ചട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. വെള്ളം ഇറങ്ങട്ടെ. ഇപ്പോൾ ഡക്കിനകത്തുള്ള വെള്ളം എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡക്കിനകത്ത് മുഴുവൻ വെള്ളം ഇറങ്ങിയാലേ ഡക്കിൻ്റെ മീറ്റിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതല്പം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. ചാറ് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഇപ്പം വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ വെള്ളം പറ്റുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. ഇതിനടച്ച് വെക്കാം. ഇതിപ്പം നന്നായിട്ട് പറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡക്ക് നന്നായിട്ട്, താറാവ് നന്നായിട്ട് വെന്തെന്ന് ഉറപ്പാക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വേണം വെച്ച് വേവിക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ. പിന്നെ നമുക്ക് കടുക് വറുത്തിട്ടാൽ മതി. ചാറൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിനെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുക്കാം. കടായി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടുന്ന ഉടനെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇടാം. ഉള്ളി ഇങ്ങനെ ബ്രൗൺ കളറാകാൻ തുടങ്ങിയാൽ ഉടനെ കറിവേപ്പില ഇടണം. തീ അങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്യണം. തവയുടെ ചൂടും കൊണ്ട് അതങ്ങ് ശരിയായിക്കോളും. ഞാൻ ഇരുമ്പ് തവയല്ല, ഇച്ചിരി എണ്ണ പുരട്ടി വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ പതയുന്നത്. കടുകെണ്ണ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എണ്ണ ഞാൻ കുറച്ചൊഴിച്ചത് കൊണ്ടാണ് ശബ്ദക്കുറവ്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പം, ചോറ്, ചപ്പാത്തി, പൊറോട്ട. ഇച്ചിരി സ്പൈസിയാണ്, കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ തകർപ്പൻ കോമ്പിനേഷനാണ് ഡക്ക് റോസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.